Hi, bro. ഹലോ 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 Hi, bro. My name is Dudu. I am New York City. Hello. കേക്കാവോ ബ്രോ? കേക്കാം. ബ്രോയുടെ പേരെന്താ ബ്രോ? എന്റെ പേര് പരിന്തോസ്. ഐ ആം ഓൾസോ ന്യൂ ഇൻ സിറ്റി ബ്രോ. ബ്രോ ശരി, ഞാൻ ഇവിടെ വണ്ടിയിലാണ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ലാൻഡ് ചെയ്തേ ഉള്ളൂ അവിടെ ഫ്ലൈറ്റ്. റെന്റിൽ കിട്ടുമായിരുന്നല്ലോ ബ്രോ, ഫ്രീ ആയിരുന്നു. എനിക്ക് അറിഞ്ഞോടാ, എനിക്ക് അവിടെ ഞാൻ സിറ്റി വന്ന് ഇറങ്ങിയതേ ഉള്ളേ. അതാ സെർവറിൽ ആദ്യം സുഹൃത്തും ഇവിടെ സംസാരിക്കുന്നത് ഡൂഡ് ഫസ്റ്റ് ഡേ ആണ് വെച്ചെടുത്ത. സിറ്റിയില്. ഓ അതെ അതെ അതെ, ആക്ച്വലി ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് വരുന്നത്. എവിടെയായിരുന്നു? ഏത് ഏത് സിറ്റിയിലായിരുന്നു? ഞാൻ ഇതിനു മുമ്പ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞ സിറ്റിയിലായിരുന്നു. ഞാനും ആ കുണ്ണരാജ്യത്ത് തന്നെ ആയിരുന്നു. ഞാൻ പക്ഷെ അവിടെ വെച്ച് അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. സന്തോഷം. എനിക്ക് സെയിം ഇയർ. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല തുടങ്ങട്ടെ. ഈ സെർവർ പോയി. എന്തോ സിറ്റിയിൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു? സിറ്റിയിൽ ഞാൻ വന്നിറങ്ങിയതുള്ളൂ. എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടേ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന എയർപോർട്ടിലല്ലേ. അപ്പൊ എയർപോർട്ടിന്റെ അടുത്തൊരു തട്ടുകട ഇട്ടാല് ലാഭമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എയർപോർട്ടിന്റെ അവിടെ ഒരു തട്ടുകട ഇടാനുള്ള പ്ലാനിലായിരുന്നു ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നത്. ഞാനിങ്ങനെ ഇറങ്ങിയപ്പോ എയർപോർട്ടിൽ സെക്യൂരിറ്റി വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സെക്യൂരിറ്റിന്റെ ജോബിന് ആപ്ലിക്കേഷൻ കൊടുത്താലോ എന്നിരിക്കുക. സെക്യൂരിറ്റി ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ ഇതിനു മുമ്പ്? ഇപ്പൊ ഉണ്ട്. പണ്ട് ഞാൻ തെങ്കാശി രാജ്യത്ത് ഒരു വലിയ കുടുംബത്തിന്റെ ഒരു എളുപ്പപ്പെട്ട സെക്യൂരിറ്റി ആയി ജോലി ചെയ്തു. ഞാനും പഴയ നാട്ടുകളിലൊക്കെ ഒരുപാട് തട്ടുകട കേട്ടിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസ് എനിക്കും ഉണ്ട്. അതെ. ആ തട്ടുകടയുടെ പേര് എന്തായിരുന്നു? തട്ടുകടയുടെ പേര് ശകുനം തട്ടുകട. ശകനല്ലേ? ഞാൻ എന്നൊരു കുടുംബത്തിന്റെ പേര് തക്കുടു വാവ അതോ ലോകമായിരുന്നു. ഓ അതാണല്ലേ. അത് വിഷയ ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിന്റെ പേര് കേട്ടാ നാളെ ഒത്ത് കിടുകിട പറയും. ആണല്ലേ? പോലീസുകാർക്ക് വരെ അവര് പേടിയായിരുന്നു. അയ്യോ ഒരു മിനിറ്റ്, ഇതെന്താ? ഓ ആ പേര് പറഞ്ഞോണ്ടായിരിക്കുമല്ലോ എന്റെ കൈ വിറയ്ക്കുന്നത്. അതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടാ. അതാ കാര്യത കണ്ട വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇപ്പൊ എന്തിനാ അത് പറഞ്ഞത്? കുറച്ചേരം നിർത്തില്ല. എന്നാലും ഇവിടെ നിന്ന് എങ്ങോട്ട് പോവും? മുതുക്കൊന്ന് മാർക്ക് ചെയ്യോ? നമുക്ക് മുതുകിലോട്ട് പോവാം. എനിക്ക് സത്യം പറഞ്ഞാൽ കാണാപ്പാടാണ്. ആണല്ലേ? ഒരേ ഇതായിട്ട് അങ്ങനെ ഒരു സ്ഥലം ഇല്ലെന്നാണ് കാണിക്കണത്. കണ്ട ക്രോസ് കുരിശായിട്ടാണ് വഴി. സത്യം എനിക്ക് ലോഡാവുന്നില്ല. സുഹൃത്ത് ഗായകനാണോ? ഇല്ല, നമ്മള് വെറുതെ ഇങ്ങനെ ബാത്റൂമിൽ മാത്രമേ പാടുള്ളൂ. ലൈവ് കാണാൻ ഞാൻ അങ്ങനെ ആരെയും വിളിക്കാറുമില്ല. ഒറ്റയ്ക്ക് കക്കൂസി പോകാറുള്ളൂ. ഇഷ്ടപ്പെടുന്ന ആളാണോ? അയ്യോ റെന്റ് കാർ കേട്ടാ. എനിക്ക് മറ്റേ ഇൻവോയ്സ് അടിച്ചു തന്നെ കേട്ടാ. 1300 രൂപ. ആകെ കയ്യിൽ 500 രൂപ ഉണ്ട് കേട്ടോ. 1300 രൂപ റെന്റില്. അല്ല മറ്റേ സ്പീഡ് ക്യാമറ. പോയി കഴിഞ്ഞ് ഇനി ഈ സിറ്റിയിൽ ഇനി ഞാൻ മറ്റേ തെണ്ടണം. ഞാൻ ഓൾറെഡി തെണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്ക് ലിഫ്റ്റ് തന്നത്. ശരിയാ. ആരോട് പറയാനല്ലേ? അതെ. എനിക്കൊരു സിറ്റിക്കകത്ത് ആകെ ഉള്ള 2 ആൾക്കാർ നമ്മളാ. രണ്ടിനും തെണ്ടികളാ സത്യം പറയാല്. എന്താ നിനക്ക്? അല്ല ബ്രോ കാശ് തെണ്ടുന്നു, ഞാൻ ലിഫ്റ്റ് തെണ്ടി വന്നു. അയ്യോ ഒരു മിനിറ്റ്, ഞാൻ എയർപോർട്ടിൽ ഒരു സാധനം വെച്ച് മറന്നുപോയി. തിരിച്ചൊന്ന് എയർപോർട്ട് മാർക്ക് ചെയ്യോ? ഞാൻ എയർപോർട്ടിൽ ഒരു സാധനം വെച്ച് മറന്നുപോയി. അയ്യോ ലഗേജ് എടുത്തായിരുന്നു എയർപോർട്ടിൽ നിന്ന്? ഞാൻ എടുത്തില്ല. എന്റെ ചരക്ക് അവിടെ ഇരിപ്പുണ്ട്. എന്റെ ചരക്ക് ഞാൻ കൊണ്ടുവന്ന ചരക്കെല്ലാം അവിടെ ഇരിക്കുകയാണ്. എയർപോർട്ട് എവിടെയായിരുന്നു? എല്ലാം കാണാപ്പാടാന്നല്ലേ പറഞ്ഞ? എല്ലായിടത്തും ഒരുപോലല്ലേ? അല്ലല്ല, ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചധികം കണ്ടുപിടിക്കാത്തോ മനസ്സിലാവാത്ത. അറിയാൻ പാടില്ല, നമ്മള് മാർക്ക് ചെയ്യാം. സീനില്ല. താങ്ക് യു സുഹൃത്തേ. സിറ്റിയിൽ പുതിയല്ലേ, എല്ലാം വെച്ച് പഠിച്ചിരുന്നേ ഉള്ളു. ഒരു ദിവസം ബ്രോഡ് അത്രയും കുറച്ചുകൂടെ ബെറ്റർ ആവും നമ്മള്. FAQ അടിച്ചാൽ ഇവന്റെ അടുത്തൊക്കെ നാണം കെട്ട് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഹലോ, ഇത് എന്ത് കാപ്പിക്കുരു ഉണക്കാനിട്ടിരിക്കുന്ന? മാപ്പ് മാർക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയില്ലേ? ഹലോ,
ആള് പോയാ നാട്ടുകാരെ ഓടിയ എന്റെ കൂടെ വന്ന് കൊച്ച തട്ടിപ്പോയെന്ന് തോന്നിട്ടിരിക്കുന്നു. ഹലോ തട്ടിപ്പോയി അറ്റാക്ക് ഒന്നും വന്നില്ല നോക്കട്ടാ. ഓക്കെ ഓക്കെ തട്ടിപ്പോയിരുന്നു 10024 തട്ടിപ്പോയ ആള് 10024 10024 അങ്ങനെ ഒരു സ്ഥലം ഇല്ല. ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരാടാ നിനക്ക്. ഞാൻ അത് ആദ്യമേ സമ്മതിച്ചില്ലേ ഞാനത്. എനിക്കത് അതുകൊണ്ടല്ലേ എൻ്റെ അടുത്ത് ഇതേ പറഞ്ഞേ. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് സമ്മതിക്കണം. ഞങ്ങൾ പഴയ സിറ്റിയിൽ ഒരുത്തിനെ പരിചയപ്പെട്ടായിരുന്നു, കണ്ണാപ്പിന്ന്. അത് അങ്ങനെ ഒരുത്തനുണ്ട് ആക്ച്വലി. അവന് എന്താ അറിയത്തില്ല സമ്മതിക്കത്തില്ല. എല്ലാം അറിയാന്നുള്ള ഭാവമാണ്. അങ്ങനത്തെ പുണ്ടച്ചില കാണുമ്പോഴേ വെച്ച് കീറി കൊടുക്കാൻ തോന്നുന്നു എനിക്ക്. സത്യം ഞാൻ എനിക്ക് അറിയായിരുന്നു, പക്ഷെ എന്റെ കണ്ണ് കാണുന്നില്ല. അതെ, എനിക്ക് കാപ്പിക്കുരു അടുക്കാനിട്ടേക്കുന്ന അടിക്കിട്ടേക്കുന്ന പോലെയാണ് ഞാൻ എനിക്കത് തുറക്കുമ്പോൾ കാണുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, റെന്റ് കാറിന് ഇത്ര ഫ്യൂലേ ഉള്ളൂ, മനസ്സിലായേ? ഇറങ്ങി അതെ ഇറങ്ങി. കാല് കുത്തിയപ്പോഴേ ഇവനെയൊക്കെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇതാ സംഭവിക്കാൻ പോകുന്നു. മച്ചാനെ, എന്നെ എത്ര ഐശ്വര്യമുള്ള ഒരു മനുഷ്യന് ഇപ്പൊ സിറ്റിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. വല്ല ദൈവങ്ങളെ വിളിച്ച് ഒരു വണ്ടി വല്ല ജോയില്, അല്ലാതെ എങ്ങനെ പോകുന്ന? ഇവിടെ ദൈവമുണ്ട്, അങ്ങനെ ഇടപെടില്ല ദൈവങ്ങള്. പ്രാർത്ഥിച്ചു നോക്കാം. ഗണേശ ശരണം ശരണം ഗണേശ. വൈനാക്കളോ ഇതൊക്കെ? സൂപ്പർ 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 സൂപ്പർ. അയ്യോ, ഇതൊക്കെ എവിടുന്ന് കശമാടത്ത് നോക്കുന്നു? കശമാകാണല്ലോ, ഇത് പോസാണിത്, മനസ്സിലായ? കുറച്ച് പൈസ തരും പോകുന്ന വഴിക്കാര്. ഇത് ഞാനൊരു കാര്യം പറഞ്ഞ, ഏതെങ്കിലും ഒരു ദൈവത്തിനെ വിളിക്കടാ. എന്തൊരു അവസ്ഥയെന്ന് പറയണേ. നമ്മൾ ഈ സമയം കൊണ്ട് ഓടിയായിരുന്നെങ്കിൽ ഇപ്പൊ എത്തിയേനെ അവിടെ എയർപോർട്ടിലാ. പിന്നെ നമ്മുടെ അടുത്താ. ഓക്കെ, എന്നാ എയർപോർട്ടിൽ കയറാം. വാ. സൂപ്പർ ബ്രോ, സൂപ്പർ. അത്രേ ഉള്ളു, പിന്നെ അല്ല. എടാ എടാ നിനക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഹലോ പ്രാർത്ഥിച്ചപ്പോ ദൈവം വന്നു. ഓ വന്നല്ലേ? അയ്യോ പോലെ പോലെ ഹലോ ഹലോ. ഹായ് ബ്രോ, മൈ നെയിം ഈസ് ടൂഡേച്ചി, നൈസ് ടു മീറ്റ് യു. വന്നല്ലേ ഇവിടെ? ഇതാരാണ്? ഹലോ. ദൈവമുണ്ട് ഇവിടെ. ഒരു മിനിറ്റ്. ദൈവം ഇവിടെ ഉണ്ടെങ്കിലേ ഇവനില്ലേ, ഈ എന്താ ഇവന്റെ പേരെന്തായിരുന്നു? വ്രോങ്ങർ. ഹലോ ദൈവമേ, വണ്ടിയുടെ കാര്യങ്ങളൊന്നും ഇവനെ ഏൽപ്പിക്കരുത്. എന്റെ ഒരു വണ്ടി കൊണ്ടുപോയി നശിപ്പിച്ച് എടാ, അതിനിപ്പം ബോഡി ഇല്ല, എഞ്ചിൻ ഇല്ല, സൗണ്ട് ഇല്ല, എക്സോസ്റ്റ് ചെയ്യുന്ന വെള്ളമാണ് വരുന്നത് അതിൽ നിന്ന്. വ്രോങ്ങറെ, നീ എന്റെ പഴയ വണ്ടി എനിക്ക് തരണം. തരണം. സരക്കെ. ഓ ഓക്കെ, അഡ്മിൻ പോയി. സരക്കെ ബാ കേറ്, നമുക്ക് ഈ വണ്ടി പോവാം. H2 ഹോട്ട് വയറോ? അയ്യോ നമ്മളെ വണ്ടിയല്ലേ ഇത്? ഇത് എങ്ങനെ വയറിങ് ചെയ്യും? ഇല്ല അല്ലല്ല, ഇത് എങ്ങനെയാ പറഞ്ഞാ ഞാൻ ചെയ്തു നോക്കാം. അളിയ, ഒരു 7-8 വയറ് താഴോട്ട് തൂങ്ങി കിടക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ. കൂട്ടിപ്പിടിക്കണം. ആ വയർ അനങ്ങുന്നില്ല. ശബ്ദം വരുത്തേ, അപ്പഴേ സ്റ്റാർട്ട് ആകത്തോളൂ. ശബ്ദോ? ഒറ്റയ്ക്ക് പോലെ അത് ഫെയിലായി. ഓരോ ചാൻസ് എനിക്ക് തരുമോ? ഞാൻ നോക്കട്ടെ. ഇപ്പൊ ശരിയായി. ചെറിയൊരു സ്പാനർ പ്രശ്നമായിരുന്നു, അത് സ്പാനർ മാറി കുത്തിയതാണ്. എന്നിട്ടാണ് ഷോക്ക് അടിച്ചിരിക്കാൻ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തിരിച്ചാ മതി.
ആ വണ്ടിക്ക് തീ പിടിച്ചേ ഇത് പച്ചയാണ് കേട്ടോ പച്ചയാണ് ഒരു ചാൻസ് അടിക്കുന്ന ഇപ്പൊ ഡിഫറന്റ് നീ കേട്ടാ ഇവിടെ മറ്റേ ഇതിന് നമ്മളവിടെ നിന്റെ ടാക്സി ഡ്രൈവേഴ്സ് ഒന്നും അല്ല കേട്ടാ ബാക്കി പാട്ടും പാടി കാറ്റും കൊണ്ടിരിക്കുന്നു അതൊക്കെ പറ്റും. അതല്ല വേണമെങ്കിൽ ഞാൻ പാട്ട് എടുക്കാം നിങ്ങള് അതെ പണിയെടുത്ത ശീലം അടുത്ത ദൈവം ആ ഒരെണ്ണം ശരിയായേ ഇല്ല ഞാൻ ചെയ്യാം അസുവിനെ കൊണ്ട് പറ്റൂല ഒന്ന് മാറും മണിക്കൂറായാലേ വയറിൽ തൂങ്ങി കിടക്കാതെ ഒന്ന് മാറ്. നമ്മള് വിചാരിച്ചപ്പോ തീരും എന്തിനാണ് ഇത്ര സമയം കളയുന്നത്. കമ്പി വലിച്ചിട്. അല്ല നേരത്തെ വാസുപ്രോ അല്ലേ പറഞ്ഞത് നമ്മള് അറിയാതെ വാസുപ്രോ അല്ലേ പറഞ്ഞത് അർജുനത്തെ കാര്യം അർജുനെന്ന് പറയുന്നത് നല്ലതെന്ന്. അറിയാമെങ്കിൽ നേരത്തെ ചെയ്യൂലായിരുന്നാ. ആളവിടെ എന്താണ് എന്താണ് ഈ കാണിക്കുന്നത്? വേറെ വയറൊന്നും അനങ്ങളില്ലടാ. എഞ്ചിന്റെ ഊപ്പട അളക്കിന്നാണ് കേക്കുന്നത്. എന്നെ കൊണ്ടിത് പറ്റൂല. നിങ്ങൾ എന്താന്ന് വെച്ചാ വയറ് പിടിച്ചു വലിച്ചു നടക്കുക. ഇത് കയ്യിന് വയറ് പോകില്ലേ? റെഡ് വണ്ടി കത്തി മനസ്സിലായ? റെഡ് ആൻഡ് എല്ലാം ഷോർട്ടേജ് എല്ലാം എന്റെ ബ്ലൂ കണക്ട്. സരക്കെ എനിക്ക് കിട്ടി സാധനം കിട്ടി. സരക്കെ സാധനം കിട്ടി. സരക്കെ പറഞ്ഞോടുക്കരുത്. എനിക്ക് മാത്രം പറഞ്ഞ ഇത് ഭയങ്കര എളുപ്പമായി. സിറ്റി ടൂർ ഉണ്ട്. ഇവിടുന്ന് എയർപോർട്ടിന്റെ അവിടുന്ന് ബസ് ഉണ്ട്. രാത്രി പകലാക്കാൻ പറ്റും. രാത്രി പകലാക്കാം. ഈസി ഇത്രേ ഉള്ളു. പരിപാടി കഴിഞ്ഞു. അല്ല നീ സരക്കട തിരിച്ചു വരുമ്പോ അവിടെ അല്ലേ വരുന്നത്? അതെ. എല്ലാവർക്കും കൂടെ പോണായിരുന്നു അങ്ങോട്ട് പോണേ. സരക്ക് ഇപ്പൊ എവിടോട്ടാ പോണ്ടേ റോക്സേ? നമുക്ക് ഫസ്റ്റ് ഇവിടെ ആൾക്കാരെല്ലാം വന്നെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ ടൂറ് കൊണ്ടുപോകുന്നുണ്ട് ബസ്സിലെ. ടിവിയിലെ എല്ലാരും ഒന്ന് വിളിക്കുവോ? ബാക്കി കോമൺ ആൾക്കാരുടെ കൂടെ വേണ്ട. ഞങ്ങൾ എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. ടിവിയിലെ നമുക്ക് സെപ്പറേറ്റ് ബസ് എടുക്കാം. നേരെ എയർപോർട്ടിന്റെ ഫ്രണ്ടിലോട്ട് പോകാം. മേലോട്ട് പോകാം. ഓക്കെ